ഹായ് ഫ്രണ്ട്സ്, സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറില്ല. ഈ ഒരൊറ്റ വളം മതി ചീരയുടെ ആരംഭഘട്ടം തൊട്ട് വിളവെടുക്കുന്നത് വരെ കൊടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ ചീര വളർന്നു വരുന്നതെന്നൊന്ന് നോക്കിക്കേ. കണ്ടോ, ഇത് നമ്മൾ ചീര പറിച്ച് നട്ടതാണ്, പാകി കിളിപ്പിച്ച് പറിച്ച് നട്ടതാണ്. നമ്മൾ ഇന്ന് ഇതിന് വളം കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ വീഡിയോ കാണിക്കുന്നത്. നമ്മളിന്ന് കൊടുക്കുന്ന ഈ ഒരൊറ്റ വളം മാത്രം മതി ചീര നല്ല പവർഫുള്ളായിട്ട് വളർന്ന് കയറി വരാനായിട്ട്. അപ്പം എന്താണ് വളമെന്ന് കാണിക്കാം. ഇതേ ഇവിടെ ഞാൻ നട്ടിരിക്കുന്ന ചീര, ഇത് വ്ളാത്താങ്കര ചീര, ഇത് അരുൺ ചീര, ഇത് പച്ചച്ചീര. നമ്മുടെ സാൻട്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാത്തരം ചീരകളുടെ വിത്തുകളും ലഭ്യമാണ്. ചീര വിത്തുകൾ തന്നെ 13ഓളം വെറൈറ്റികളുണ്ട്. അത് മാത്രമല്ല 300-ലധികം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളമാണ്. കണ്ടോ, ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ തെളിയായി എടുക്കുന്നത്. ഇതിന് ഒരു പാത്രം വളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഞാനൊരു ബക്കറ്റിലോട്ട് ഒഴിക്കുകയാണ്. ഇതിനകത്ത് 1 ലിറ്ററാണ് ഞാൻ വളം എടുത്തത്. ഇതൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പം മൊത്തം ഇതിനകത്ത് 10 ലിറ്റർ കൊള്ളും. 9 ലിറ്റർ വെള്ളം കൂടി ഇനിയും ചേർക്കുകയാണ്. മൊത്തം 10 ലിറ്റർ. ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കളറ് കണ്ടോ. അതായത് ഒരു കാരണവശാലും വെള്ളം കുറയരുത്. ഏത് പാത്രത്തിലാണോ വളം എടുക്കുന്നത് അതിൻ്റെ 9 ഇരട്ടി വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും കിട്ടണം, നല്ല രീതിയിൽ കിട്ടുന്ന പോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരൊറ്റ വളം മതി ചീരയുടെ ആരംഭഘട്ടം തൊട്ട് വിളവെടുക്കുന്നത് വരെ കൊടുക്കാം. ഏറ്റവും ടോപ്പ് വളം ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ജീവാമൃതം കുറച്ച് പരിപാടിയാണ്, കുറച്ച് പണിയാണ് അത് ചെയ്യും. പക്ഷേ അതിനെ വെല്ലുന്ന ഒരു വളമില്ല. എന്നാൽ ഏകദേശം അതിനടുത്ത് തന്നെ വരുന്ന ഒരു വളമാണ്. ഈ വളം ഏതാണെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം. കടലപ്പിണ്ണാക്കല്ല, കപ്പലണ്ടി പിണ്ണാക്ക് 1 കിലോ, പച്ച ചാണകം 1 കിലോ. പച്ച ചാണകം എല്ലാവർക്കും കിട്ടാനില്ലെങ്കിൽ നനവുള്ള ചാണകപ്പൊടിയാണെങ്കിലും മതി. അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 കിലോ തൊട്ട് 1 കിലോ വരെ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്രയും ഒരു 25 ലിറ്ററിൻ്റെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം 1 കിലോയോളം വരുന്ന ശർക്കര ചീകി അതിനകത്ത് ഇടുക. എന്നിട്ട് നെകക്കെ വെള്ളം ഒഴിച്ചു വെക്കുക. നല്ല രീതിയിൽ അടച്ചു വെക്കണം. ഈച്ചയൊന്നും കയറി മുട്ടയിട്ട് പുഴുവാകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം. ഒരു തണലുള്ള സ്ഥലത്ത് വെക്കുക. ദിവസവും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും സമയത്ത് ഒരു ദിശയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഇത് നല്ല രീതിയിൽ വളമാകും. 5 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 5 തൊട്ട് 10 ദിവസത്തിനുള്ളിലെങ്കിലും എടുത്ത് തീർക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വളം നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ചെടി എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള വളം ആക്കിയാൽ മതി. അതുപോലെ തന്നെ 1 ലിറ്ററാണ് നമ്മൾ എടുക്കുന്നത്. 1 ലിറ്ററിന് 9 ഇരട്ടി വെള്ളം. ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന് 9 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ ചീര പോലെയുള്ള ചെടികൾക്ക് ഏറ്റവും ഫലപ്രദമാണ്. എല്ലാതരം പച്ചക്കറികൾക്കും ഇത് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൃഷി ചെയ്യുന്നവർ, ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്യണം. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ ചീര വളർന്നു വരുന്നതെന്നൊന്ന് നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.